ഹലോ, ഇന്ന് നമുക്ക് എക്സലിൽ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തുള്ള കാൽക്കുലേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്ന 4+5y എന്ന് പറയുന്നൊരു നമ്പറാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്കറിയാം അതിൻ്റെ റിയൽ പാർട്ട് 4ഉം ഇമാജിനറി പാർട്ട് 5ഉം ആണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ എക്സലിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം സെല്ലെ സെലക്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടു കോംപ്ലക്സ് വിത്തിൻ ബ്രാക്കറ്റ് 4,5, ഇവിടെ ഒരു സഫിക്സ് ഉണ്ട്, അതായത് ഐ എന്നുള്ളത് നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്തും കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോവർ കേസിൽ ടൈപ്പ് ചെയ്താലും ചില സമയത്ത് എക്സൽ അതിനെ ഓട്ടോ ക്യാപിറ്റലൈസ് ചെയ്യും. അങ്ങനെ ഓട്ടോ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു എററാണ് തരിക. അപ്പം ഇൻ കേസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും കൂടി ഓട്ടോ ക്യാപിറ്റലൈസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോവർ കേസിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം എൻ്റർ കീ പ്രസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി വേറൊരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അതായത് കോംപ്ലക്സ് ഓപ്പൺ ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 4,5 മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് റിയൽ പാർട്ടും അതിൻ്റെ ഇമാജിനറി പാർട്ടും മാത്രം ടൈപ്പ് ചെയ്യാം. സഫിക്സ് ടൈപ്പ് ചെയ്യണമെന്നില്ല. അപ്പം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇനി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊന്നും കൂടി നോക്കാം. അതായത് ഇപ്പം നമുക്ക് 4+5y എന്നുള്ള നമ്പർ അറിയുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 4+5y എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും സെയിം എഫക്റ്റ് തന്നെ കിട്ടും. ആൻഡ് ഈ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും വരികയില്ല. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പം എന്താ, നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സിൻറ്റാക്സ് യൂസ് ചെയ്തിട്ട് കോംപ്ലക്സ് എന്നുള്ള ആ ഒരു റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്നുള്ള അതേ സിൻറ്റാക്സ് തന്നെ, പക്ഷെ നിങ്ങളിവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയൽ പാർട്ട് നമ്മൾ 4 ടൈപ്പ് ചെയ്തതിന് പകരമായിട്ട് ഈ റിയൽ പാർട്ടിൻ്റെ ഈ സെല്ല് സെലക്ട് ചെയ്യാം. ആൻഡ് ഇമാജിനറി പാർട്ടിൻ്റെ 5 ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇമാജിനറി പാർട്ടിൻ്റെ സെല്ല്, അതായത് ഇവിടെ B8 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈക്വൽ ടു കോംപ്ലക്സ് ഓപ്പൺ ബ്രാക്കറ്റ് റിയൽ പാർട്ടിൻ്റെ സെല്ല് ഇമാജിനറി പാർട്ടിൻ്റെ സെല്ല് ആൻഡ് ദെൻ യു ഹാവ് ടു ക്ലോസ് ദ ബ്രാക്കറ്റ്, എൻ്റർ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസേഴ്സ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തെടുത്താലും മതി. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ നിങ്ങൾ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്യാം. അതായത് ഇപ്പം നമുക്കറിയാം 4ഉം 5ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സ് നമ്പർ നമുക്ക് 4+5y തന്നെയാണ് വരിക. അപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഡാറ്റ ടാബിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഫ്ലാഷ് ഫിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കുക. എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വാല്യൂസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ഫില്ലായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആക്ച്വലി ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ സം എത്രയാണെന്ന് അറിയണം. അതുപോലെ ഈ ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പർ ഡിറ്റക്ട് ചെയ്താൽ എത്രയാണെന്ന് അറിയണം. അതുപോലെ സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ ഡിറ്റക്ട് ചെയ്താൽ എത്രയാണെന്ന് അറിയാം. അതുപോലെ ഈ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക. അതുപോലെ ഈ കോംപ്ലക്സ് നമ്പർ 1 ഡിവൈഡഡ് ബൈ കോംപ്ലക്സ് നമ്പർ 2 എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് സെലക്ട് ചെയ്തിട്ട് IM sum within bracket you have to select the number, first number, second number, etc. അപ്പോൾ ഇപ്പം തേർഡ് നമ്പർ ഉണ്ട്, തേർഡ് നമ്പർ കോമയ്ക്ക് ശേഷം ഇടുക and then close the bracket, enter. Okay, so it's like 8 plus 4 12 and then 6 plus 5 11. Okay, ഇപ്പോൾ ഡിഡക്റ്റ് ചെയ്യാണ്. ഇപ്പോൾ 4+5y minus 8+6y ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് IM sub open bracket comma close the bracket. Okay, 4 minus 8 is minus 4 and then 5 minus 6 is minus 1. Okay, ഇനി നമ്മൾ 8+6y എന്ന് 4+5y ആണ് മൈനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ IM sub 8+6y, 4+5y. Okay, so 8 minus 4 4 and 6 minus 5 1. ഇനി നമ്മളിത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. So it's like IM product open bracket first number comma second number, enter. Okay, നമ്മൾ ഡിവൈഡ് ചെയ്യാണ്ടിരിക്കൽ ഇറ്റ്സ് ലൈക്ക് IM div
ഓക്കെ, ഇനി റിപ്പീറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇൻ കേസ് നമുക്ക് ഇവിടെ എന്തായിരുന്നു ഫോമുല കൊടുത്തതെന്നുള്ളത് നമുക്ക് ഒരു ടെക്സ്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പം സപ്പോസ് ഞാൻ ഈ ഒരു വാല്യൂനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഫോമുല ടെക്സ്റ്റ് എന്നുള്ളൊരു ഫങ്ഷൻ യൂസ് ചെയ്യും. ഫോമുല ടെക്സ്റ്റ് വിത്തിൻ ബ്രാക്കറ്റ് നമുക്ക് ഏത് സെല്ലിൻ്റെ ആണോ ഇക്വേഷൻ എന്താണെന്ന് അറിയേണ്ടത് ആ സെല്ലിനെ സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ദ ബ്രാക്കറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, IM സം A24 ആൻഡ് B24. അത് A24 പ്ലസ് B24 ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ്, അതുപോലെ അതിൻ്റെ മോഡുലസ് എത്രയാണ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈന് ഓൾട്ടർ ആയിട്ട് വരും. അതിപ്പം പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ അത് കിട്ടാനായിട്ട് ഈക്വൽ ടു IM കോഞ്ചുഗേറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ആ നമ്പർ സെലക്ട് ചെയ്യാം, എന്നിട്ട് ക്ലോസ് ദ ബ്രാക്കറ്റ്. നമുക്ക് 4 - 5 ആയി കിട്ടി. ഇനി ഇതിൻ്റെ മോഡുലസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് എന്താ, അണ്ടർ റൂട്ട് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആണ്. നമുക്ക് എന്ത് കിട്ടും, 16 + 25ൻ്റെ അണ്ടർ റൂട്ട് കിട്ടണം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് IM absolute 4 + 5 6.403 കിട്ടി. കോംപ്ലക്സ് നമ്പർ എത്ര ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് വിത്ത് റെസ്പെക്ട് ടു റിയൽ ആക്സിസ് എന്നുള്ള കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആർഗ്യുമെൻറ്റ്, അതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്, തീറ്റ. ഓക്കെ, ഇൻക്ലിനേഷൻ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സലിനകത്ത് എപ്പോഴും തന്നെ നമ്മുടെ ആംഗിളെല്ലാം തന്നെ ഡീഫോൾട്ടായിട്ട് നമുക്ക് റേഡിയൻസിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനുള്ള ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോമുലയാണ് IM ആർഗ്യുമെൻറ്റ്. ഇപ്പം നമുക്ക് റേഡിയൻസിൽ കിട്ടി. നമുക്ക് റേഡിയൻസിലല്ല ആൻസർ വേണ്ടത്, നമുക്ക് ഡിഗ്രീസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിഗ്രീസ് വിത്തിൻ ബ്രാക്കറ്റ് ആ നമ്പർ സെലക്ട് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ 51.34 ഡിഗ്രീസ് ആണത്. ഇനി ഇത് ഇപ്പം നമുക്ക് സപ്പോസ് റേഡിയൻസിലേക്ക് ഇതിനെ തിരിച്ച് റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ RADIANS ഓഫ് ദിസ് ആംഗിൾ 0.896 നമുക്ക് കിട്ടും. ഇനി അതല്ല, ഇപ്പം നമുക്ക് ആർഗ്യുമെൻറ്റ് നമ്മുടെ ഫംഗ്ഷൻ അല്ലാതെയും നമുക്ക് ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇതെന്താണ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഈ സൈഡാണ്. അപ്പം ഇവിടെ എന്ത് കിട്ടും, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിനറി നമ്പർ ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് കിട്ടും. അപ്പം ഇതിനകത്ത് നമുക്ക് ടാൻ ഈ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറി പാർട്ട് ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട്. ടാൻ ഇൻവേഴ്സ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് A tan, അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. A tan imaginary part is 5 divided by real part is 4. ഇതിലും നമുക്ക് എന്താ കിട്ടുക, റേഡിയൻസിലാണ് കിട്ടുക. നമ്മുടെ സെയിം വാല്യൂ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എന്നാണ് നോക്കുന്നത്. റിയൽ പാർട്ടിന് വേണ്ടിയിട്ട് IM റിയൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോംപ്ലക്സ് നമ്പർ, നമുക്ക് റിയൽ പാർട്ട് കിട്ടി. ഇനി IM ഇമാജിനറി ആണെന്നുണ്ടെങ്കിൽ I imaginary of particular complex number, ഇമാജിനറി പാർട്ടും കിട്ടി. നമുക്ക് എന്താ 4 + 5y അല്ലെങ്കിൽ ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ റേസ് ടു, ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 4 + 5y ഹോൾ സ്ക്വയർ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്കതിനൊരു ഫംഗ്ഷനുണ്ട്, ദാറ്റ് ഈസ് IM പവർ ഫംഗ്ഷൻ. ഓക്കെ, IM പവർ വിത്തിൻ ബ്രാക്കറ്റ് നമ്മൾ ആദ്യം എന്ത് കിട്ടണം, ആ നമ്പറിനെ കൊടുക്കുന്നു, കോമ ഇട്ടതിന് ശേഷം അതിൻ്റെ പവർ കൊടുക്കുന്നു. നമുക്ക് 4 + 5y ഹോൾ റേസ് ടു 2. ഇനി നമുക്കത് 3 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഗുഡ് ബൈ.